അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ചെന്നൈ വരെ എത്തിക്കൊണ്ട് മറീന ബീച്ചും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് ചെപ്പോക്ക് സ്റ്റേഡിയം. നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒക്കെ കളി നടക്കുന്ന സ്റ്റേഡിയമാണ്. ഇതിനടുത്ത് തന്നെയാണ് നമ്മുടെ റൂം. പതിവ് പോലെ ഊബർ ഓട്ടോ ബുക്ക് ചെയ്താണ് നമ്മുടെ പോക്ക്. ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മരങ്ങൾക്കിടയിലൂടെ അങ്ങ് ദൂരെ ബീച്ച് കാണാം. യായുവിനോട് പറഞ്ഞു, ഇതേ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ കണ്ടത് ഇത്തരത്തിൽ ചോളവും മറ്റു ഫ്രൂട്ട്സുകളും വിൽക്കുന്ന ഒരു കടയായിരുന്നു. ഫ്രൂട്ട്സുകൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി കട്ട് ചെയ്തൊരു പാക്കറ്റിൽ നിറച്ചു വെക്കും. ബീച്ചിന്റെ ഒരു ടെറൈൻ തുടങ്ങുന്ന ഭാഗത്ത് തന്നെ നിരവധി കടകളാണുള്ളത്. കളിപ്പാട്ടങ്ങളും ബാഗുകളും തുണികളും അതുപോലെ തന്നെ മുൻപ് കണ്ട തരത്തിലുള്ള ഫ്രൂട്ട്സിന്റെ ഐസ്ക്രീമിന്റെ എല്ലാം കടകളാണ്. വൈകുന്നേരങ്ങളിൽ തിരക്കേറുമ്പോൾ കാശ് വരാൻ പറ്റുന്ന ഏറ്റവും നല്ല തരത്തിലുള്ള റൈഡ്സും ആക്ടിവിറ്റീസും എല്ലാം പ്രിപ്പറേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഓണായി വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള കുതിരകളാണ്. കുതിര സവാരി ഇവിടുത്തെ ഒരു മെയിൻ ആക്ടിവിറ്റിയാണ്. ഈ ബ്രോനെ ഒന്ന് നോക്കി വെച്ചു. ആരെങ്കിലും മറീന ബീച്ചിൽ വരുന്നുണ്ടെങ്കിൽ ഈ ബ്രോയുടെ ഹോഴ്സ് റൈഡിങ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. നല്ല പെരുമാറ്റവും നല്ല ഇടപെടലും. തല ഒന്നൊക്കെ 100 രൂപ വെച്ചാണ് ചാർജ് പറയുന്നത്. എങ്കിൽ പിന്നെ യായുവിന് ഒരു ഹോഴ്സ് റൈഡിങ് എക്സ്പീരിയൻസ് ആകട്ടെ നോർത്തു. അമ്മൂന് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനാണ് യായുവിന്റെ കൂടെ കയറിയിട്ടുള്ളത്. കുതിര നടക്കുമ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും ചെരിഞ്ഞു പോകുന്നു. ശരിക്കും താഴോട്ട് വീഴും എന്നാണ് തോന്നുന്നത്. കാല് നന്നായി ലോക്ക് ചെയ്ത് വെക്കാനും കൈ സ്ട്രോങ് ആയിട്ട് പിടിക്കാനും കൂടെ യായു ഉണ്ടല്ലോ എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കൂടെ ആയപ്പോൾ വീഴാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തു. കുതിരയുടെ നിൽപ്പ് കാണാൻ തന്നെ എന്തൊരു അഴകാണല്ലേ. സഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കാൻ ചില വിദ്വാൻമാർ കുതിരയിൽ ചില അഭ്യാസങ്ങളും കാണിക്കുന്നു. എന്തായാലും ഇവിടെ നിന്നൊരു കാര്യം വ്യക്തമായി, നല്ല കുതിരക്കാരും ചീത്ത കുതിരക്കാരും ഉണ്ട്. അതെന്താണ് ഇപ്പൊ അങ്ങനെ ഒരു ടോക്കുന്നല്ലേ? അത് വീഡിയോയുടെ അവസാനമുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ താൽക്കാലിക കടകളാണ്. സന്ധ്യ ആകുമ്പോഴേക്കും എല്ലാം ഓപ്പൺ ആവും. ഓപ്പൺ ചെയ്യുന്നത് സന്ധ്യ ആകുമ്പോഴാണെങ്കിലും ഇത്തരത്തിൽ ഇരിപ്പിടങ്ങളൊക്കെ നേരത്തെ തന്നെ അറേഞ്ച് ചെയ്തിരിക്കും. എല്ലാം കോമ്പറ്റീഷന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ഇതിനിടയിൽ ഒരു കുതിരക്കാരൻ പഴശ്ശിരാജ സിനിമയിൽ യുദ്ധം ചെയ്യാൻ പോകുന്ന മറ്റു കുതിരയിലൊരു പോക്ക്. യായു അത് നോക്കി നിൽക്കുവാണ്. ഈ ഒരു റൈഡ് കണ്ടപ്പോഴേ യായുവിന് കയറണം എന്ന് പറഞ്ഞു. ഇത് ഓപ്പൺ ആയെന്ന് ചോദിച്ചപ്പോൾ ആയെന്നാണ് മറുപടി. ഈ ഒരു റൈഡിനെ പറ്റി ആലോചിച്ച് ഞാനൊരു നിമിഷം നിന്നുപോയി. കാരണം ഇത് പ്രവർത്തിക്കുന്നത് ബാറ്ററി കൊണ്ടോ ഇലക്ട്രിസിറ്റി കൊണ്ടോ അല്ല, അവർ കൈകൊണ്ട് കറക്കി വിടുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് നിർമ്മിക്കുമ്പോൾ വരുന്ന ചെലവും പിന്നെ ചെറിയ മെയിൻ്റനൻസ് മാത്രമേ വരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സെറ്റ് കറങ്ങുന്നതിന് 40 രൂപയാണ് ചാർജായിട്ട് വന്നിട്ടുള്ളത്. ഇത് 2 സ്ത്രീകളാണ് നടത്തുന്നത്. ഇത്തരത്തിലുള്ള ആശയങ്ങൾ നമുക്കും പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതാണ്. കാഴ്ചകൾ കണ്ട് സമയം പോയത് അറിഞ്ഞില്ല. എത്രയും പെട്ടെന്ന് മെയിൻ പോയിന്റിലേക്ക് എത്തണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് മനസ്സിലുള്ളത്. ഇവിടെ എത്തിയപ്പോൾ പ്രതീക്ഷിച്ചാലും അധികം ആളുകളുണ്ട്. അതുപോലെ തന്നെ തിരമാലയ്ക്ക് ഇത്തിരി ശക്തി ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അധികം തിരമാലയുടെ അടുത്തേക്ക് പോകണ്ടെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ഒരുപാട് പേര് തിരമാലയിൽ ഇറങ്ങുന്നു, ഇത് ആസ്വദിക്കുന്നതെല്ലാം ഉണ്ട്. കണ്ണെത്താ ദൂരത്തോളം ആളുകളാണ്. ഇടതുവശം നോക്കിയാലും വലതുവശം നോക്കിയാലും നമുക്ക് കാണാൻ പറ്റാത്തത്ര ദൂരത്തോളം ആളുകളാണ്. എല്ലാവരും തിരമാലയിൽ ഇറങ്ങി കളിക്കുന്നതും ഓടുന്നതും ചാടുന്നതും കണ്ടപ്പോൾ യായുവിന് നല്ല മിസ്സിംഗ് ഉണ്ടെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ യായുവിനെ ഒന്ന് കാല് നനച്ച് കയറ്റാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോഴാണ് ഈ ഒരു വണ്ടിയിൽ പഞ്ഞിമിഠായിയുമായി ഒരു കച്ചവടക്കാരൻ വന്നത്. നല്ല പഞ്ഞിമിഠായി ആയിരുന്നു. എന്തായാലും ഒരെണ്ണം മേടിച്ചു. ഇദ്ദേഹത്തെ കൂടാതെ 2-3 പേരുണ്ട് കേട്ടോ ഇതേ കച്ചവടം ചെയ്യുന്ന ഇവിടെ തന്നെ. ആൾക്ക് അത്യാവശ്യം നല്ല കച്ചവടം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ആ ഒരു ബെൽറ്റിൽ തന്നെ ഒരു 10-15 പേര് മേടിച്ചിട്ടാണ് ആൾ അവിടുന്ന് പോയത്. ജസ്റ്റ് യായുവിനെ ഒന്ന് ഇറക്കി കയറ്റാനില്ല. അതുകൊണ്ട് ഞാൻ തന്നെ മതിയെന്ന് തീരുമാനിച്ചിറങ്ങി. കാരണം അമ്മ പാനാണ് ഇട്ടിരിക്കുന്നത്, നനയ്ക്കണ്ടല്ലോ നോർത്തു. പക്ഷെ ഇറക്കി കഴിഞ്ഞപ്പോൾ പയ്യെ കളം മാറി തുടങ്ങി. അവിടെയുള്ള ചെക്കന്മാരൊക്കെ കാണിക്കുന്നത് പോലെ തിരമാല വരുമ്പോൾ പുള്ളിക്ക് ചാടണം, എന്റെ കാലേ കയറി നടക്കണം, തലങ്ങിനും വിലങ്ങിനും യായു ഓട്ടമായി. ഞങ്ങൾ 2 പേരും കൂടെ പിള്ള കളിക്കുവാന്നും പറഞ്ഞ് അമ്മ ഒന്ന് നൈസായിട്ട് യായുവിനെ കയ്യെ പിടിച്ചോണ്ട് പോയി. യായു ക്ഷീണായി. പിന്നെ കരക്കി നിന്ന് അമ്മൂനെ വിളിച്ചോണ്ട് യായു നൈസായിട്ട് കടലിലേക്ക് ഇറങ്ങി. ചെറിയൊരു റെസ്റ്റ് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ നൈസായിട്ട് മാറി നിൽക്കുകയായിരുന്നു. ആദ്യമൊക്കെ പുള്ളി അമ്മൂൻ്റെ കൂടെ ഇറങ്ങിയപ്പോൾ ഭയങ്കര ഡീസന്റ് കുഞ്ഞായിരുന്നു. പിന്നെ പയ്യെ പുള്ളി മുന്നോട്ട് പോയി അവിടെ കളിക്കുന്ന ചെക്കന്മാരുടെ ഒപ്പം എത്തി. ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കാൻ വേണ്ടി യായുവിനെ ഇറക്കിയിട്ട് ലാസ്റ്റ് ഞാനും അമ്മവും യായു എല്ലാം കൂടെ ഒന്നിച്ച് കാല് നനച്ച് തല നനയ്ക്കേണ്ട അവസ്ഥയായി. സമയം കടന്നു പോകുന്നതോറും യായു ടയേർഡാവുകയല്ല ചെയ്യുന്നത്. യായു കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് വീണ്ടും പുതിയ ഓരോ ഐഡിയാസും അവിടെ ചെക്കന്മാർ കാണിക്കുന്ന പോലെയൊക്കെ കാണിക്കണം എന്നാ പുള്ളി പറയുന്നത്. തലകുത്തി മറിയണം, തലകീഴായിട്ട് നിൽക്കണം, നീന്തണം, കൂടുതൽ ഇറങ്ങിപ്പോണം എന്നൊക്കെയാണ് യായു പറയുന്നത്. പക്ഷെ ഒരു തരത്തിൽ നമ്മളൊന്ന് കേട്ടാൻ നോക്കി. യായു ഒരു തരത്തിലും അടുക്കുന്നില്ല. ഞങ്ങൾ 3 നനഞ്ഞു. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നനഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് കടലമ്മ നല്ലൊരു തിരമാല തന്നു. ആ തിരമാല എന്തായാലും യാവിന്റെ മൂക്കിക്കൂടെ വൈകൂടെ എല്ലാം കയറിപ്പോയി. അപ്പൊ ഏതാണ്ട് ഒരു ക്ലൈമാക്സ് ആയ മട്ടായി. 3 കുപ്പി വെള്ളം മേടിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തു. എന്നിട്ട് ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് പിന്നെ ഈ വേസ്റ്റ് ബിന്നിൽ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. സമയം ഏതാണ്ട് 7:30 എടുത്തു. വൈകുന്നേരം കണ്ട കടകളെല്ലാം ഓണായി. ഫുൾ ലൈറ്റായി. നല്ല കളർഫുൾ ആയിരുന്നു മറീന ബീച്ച് മൊത്തത്തില്. അങ്ങനെ നിൽക്കുമ്പോഴാണ് വന്നപ്പോ കയറിയ ആ റൈഡ് ഫുള്ള് ലൈറ്റൊക്കെ ഓണായി. അപ്പൊ യായുവിന് ലൈറ്റ് ഓണായ റൈഡ് വീണ്ടും കയറണം. ആദ്യം യായു എന്തോ ഒരു പീക്കോക്ക് പോലത്തെ ഒരു സാധനത്തിലാണ് കയറിയിരിക്കുന്നത്. 1-2 വട്ടം കറങ്ങി കഴിഞ്ഞപ്പോൾ യായുവിന് മാറി കാറിലേക്ക് കയറണം. പിന്നെ അമ്മു യായുവിനെ മാറ്റി പയ്യെ കാറിലേക്കൊക്കെ കയറ്റിയിരുത്തി. അങ്ങനെ യായുവിന്റെ ടേണെല്ലാം തീർന്ന് യായുവിനെ പയ്യെ ഇറക്കി നേരെ നടന്നപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. തിളങ്ങുന്ന LED ബൾബ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള നിരവധി കളിപ്പാട്ടങ്ങൾ, കയ്യിൽ പിടിക്കുന്നതും പറത്തുന്നതും തലയെ വെക്കുന്നതുമായിട്ടുള്ള സകലമാന ഐറ്റംസും ഉണ്ട്. എന്തൊക്കെയാണെന്ന് പേര് പോലും എനിക്കറിയില്ല. യായു തലയിൽ വെക്കുന്ന ഒരു മുയൽ ചെവിയും പോലത്തെ ഒരു സാധനമാണ് മേടിച്ചിരിക്കുന്നത്. അത് മേടിച്ച് എക്സിറ്റിന് അങ്ങോട്ട് നേരെ നടന്നപ്പോഴാണ് ഈ ഒരു കട കാണുന്നത്. ഈ ഒരു കടയിലെല്ലാം ഫ്രഷ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ബജ്ജിമുളകും സവോളയും കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും കായും എല്ലാം ഉണ്ട്.
നമ്മൾ ഓർഡർ കൊടുക്കുന്നതനുസരിച്ച് ഇവർ ലൈവായിട്ട് നമുക്ക് ഉണ്ടാക്കി തരികയാണ് ചെയ്യുന്നത്. പല ടേസ്റ്റാണ്. നമ്മൾ ഒരു സെറ്റ് മുളക് ബജ്ജിയും അതുപോലെ തന്നെ ഒരു സെറ്റ് കോളിഫ്ലവർ ബജ്ജിയാണ് മേടിച്ചത്. ഒരു കോളിഫ്ലവർ ബജ്ജി പാഴ്സലും മേടിച്ചു. മേടിച്ച ബജ്ജി ഇവിടെ തന്നെ ഇരുന്ന് കഴിച്ചതിന് ശേഷം നേരെ എക്സിറ്റിലേക്ക് നടന്നു. അങ്ങനെ എക്സിറ്റിന്റെ തൊട്ടടുത്ത് എത്താറായപ്പോഴാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഈ ഒരു ചീത്ത കുതിരക്കാരനെ കണ്ടുമുട്ടിയത്. ആദ്യത്തെ കുതിരക്കാരൻ ഒരാളുടെ കയ്യിൽ നിന്ന് 100 രൂപ വെച്ചാണ് മേടിച്ചതെങ്കിൽ ഈ കുതിരക്കാരനും ആദ്യം 100 രൂപ തന്നെയാണ് പറഞ്ഞത്. ശേഷം ഞങ്ങളെ 3 പേരെയും കയറ്റി. ഒരു റൈഡ് പോയിട്ട് വന്നതിന് ശേഷം ആൾ 500 രൂപ പറഞ്ഞു. എന്ത് ചെയ്യാൻ, കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ നേരെ വന്നിരിക്കുന്ന ഈ ഒരു കടയിലേക്കാണ്. കയറിയപ്പോൾ കണ്ട കടയാണ്. അപ്പോൾ തന്നെ നോക്കിയായിരുന്നു മാങ്ങായും പൈനാപ്പിളും. ഇത്തരത്തിലുള്ള മാങ്ങായും പൈനാപ്പിളും നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഓരോ ബോക്സ് വീതം മേടിച്ചു. പക്ഷെ വന്നിരുന്നപ്പോൾ ആയി ഒരു സെറ്റ് മാങ്ങ ഫുള്ള് കളഞ്ഞു. അതുകൊണ്ട് തന്നെ അമ്മ വീണ്ടും പോയി ഒരു സെറ്റ് മാങ്ങായും കൂടെ മേടിച്ചു. അതിനുശേഷം ഊബർ ഓട്ടോ ബുക്ക് ചെയ്ത് ഇവിടെ വെയിറ്റിംഗ് ആണ്. പക്ഷെ ഊബർ ഓട്ടോ ഒന്നും വരുന്നില്ല. ഇത് ഉള്ളിലായതുകൊണ്ടായിരിക്കും. എങ്കിൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങി നിന്ന് ബുക്ക് ചെയ്യാന്ന് ഓർത്തിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഒരു ബസ് സ്റ്റാൻഡിൽ പോയിരുന്ന് ബുക്ക് ചെയ്തു. ഏകദേശം ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഈ ഒരു ഊബർ ഓട്ടോ വന്നു. ഈ ഊബർ ഓട്ടോയിൽ കയറി നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്.